ഇവിടെ നോളജ് എന്ന് പറയുന്നത് നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ചോദിക്കുന്ന മോഹൻലാൽ ആരാ, അല്ലെങ്കിൽ എന്താണ് നൗൺ എന്ന് പറയുന്നത്, നാമപദങ്ങളാണ് നൗൺ എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ബേസിക് നോളജുകളാണ് നോളജ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പറയുന്നത്. കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ഒരു ഡെഫിനിഷനപ്പുറം ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അറിവ് നമ്മളൊരു സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുകയാണ്, അതിനെയാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ഹോളായിട്ടുള്ളൊരു കാര്യത്തെ, ഒരു വലിയൊരു കാര്യത്തെ നമ്മൾ പാർട്ടായിട്ട് പഠിക്കുകയാണ്. ഇപ്പം ചെറിയൊരു എക്സാമ്പിൾ, ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റ് എടുത്തിട്ട് നമ്മൾ പഞ്ചായത്തുകളായിട്ട് തിരിച്ച് പഠിക്കുകയാണ്. ഓക്കെ, ഇനി സിന്തസിസ് എന്ന് പറയുമ്പോൾ നേരെ നമുക്ക് തിരിച്ച് പറയാം, പാർട്ട് ഹോൾ എന്ന് പറയാം. അതായത് ഓരോ പാർട്ടായിട്ട് നമ്മൾ ഹോളിലേക്ക് ഒരു മുഴുവനായിട്ടുള്ള ഒന്നിലേക്ക് ചേരുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമുക്ക് ഇതുവരെ നേടിയെടുത്ത അറിവുകൾ കൊണ്ട് നമ്മളൊരു പുതിയൊരു കാര്യം ക്രിയേറ്റ് ചെയ്യുന്നു, പുതിയൊരു മുഴുവനായിട്ടുള്ള ഒരു കാര്യം നമ്മളൊരു കാര്യം ക്രിയേറ്റ് ചെയ്യുന്നതിനെ സിന്തസിസ് എന്ന് പറയാം. ഇനി ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പഠിക്കുന്നത് ഈ ഇവാലുവേഷൻ സ്റ്റേജിലാണെങ്കിൽ അത് ശരിയാണോ, അതെന്തുകൊണ്ട് ശരിയായി, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത്, അതങ്ങനെ ആയിരുന്നു, അങ്ങനെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ജഡ്ജ് ചെയ്യാനൊക്കെ പഠിക്കുന്നത് ഈ ഇവാലുവേഷൻ സ്റ്റേജിലാണ്. അപ്പോൾ ബ്ലൂംസ് ടാക്സോണമിയിലെ കൊഗ്നിറ്റീവ് ഡൊമൈൻ ഇത് 1956 ഇനി